കൊച്ചി ബിനാലെ കലാകാരിക്ക് നേരെ ലൈംഗികാതിക്രമം എന്നൊരു വാർത്ത വരുന്നു. താഴ്വാൻ സ്വദേശിയുടെ പരാതിയിൽ മുംബൈ സ്വദേശിക്കെതിരെ കേസെടുത്തു. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഇമെയിൽ വഴിയാണ് പരാതി ലഭിച്ചത്. ശരണുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശരൺ, ഗുഡ് മോർണിംഗ് ശരൺ. നമ്മുടെ ബിനാലയിൽ പങ്കെടുക്കാൻ വന്നൊരു കലാകാരിയെ ബോംബെയിൽ നിന്ന് വന്നൊരു കലാകാരൻ ശല്യപ്പെടുത്തി എന്നാണോ കേസ്? ഗുഡ് മോർണിംഗ് അരുൺകുമാർ. ഗുരുതരമായിട്ടുള്ള പരാതിയാണ് ഇവിടെ ഉയർന്നിരിക്കുന്നത്. അതായത് നമ്മുടെ ബിനാലയിൽ പങ്കെടുക്കാനെത്തിയ തായ്വാൻ സംഗീതജ്ഞയ്ക്കാണ് ഇത്തരത്തിലൊരു ദുരനുഭവം ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അവർ നാട്ടിലേക്ക് മടങ്ങിയെത്തിയതിന് പിന്നാലെയാണ് ഈ ഒരു പരാതി ഇമെയിൽ മുഖേന കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് കൈമാറുകയും ചെയ്തിരിക്കുന്നത്. അതിൽ പ്രധാനമായും പറയുന്നത് കഴിഞ്ഞ മാസം ഈ ബിനാലയുടെ ഭാഗമായി വിവിധ വേദികളിലായിട്ട് പരിപാടികൾ അവർ അവതരിപ്പിച്ചിരുന്നു. അങ്ങനെ പരിപാടി അവതരിപ്പിക്കുന്നതിനിടയിൽ തന്നെ പ്രധാന വേദികൾ ഒന്നിന് മുന്നിൽ വെച്ച് ഈ നവി മുംബൈ സ്വദേശിയായ സുമിത്തുമായി പരിചയത്തിലാകുന്നു. അതിനുശേഷം സുമിത്ത് ഭക്ഷണം കഴിക്കാനായിട്ട് വിളിക്കുന്നു. പിന്നീട് ഉല്ലാസ ബോട്ട് യാത്രയ്ക്കായി ക്ഷണിക്കുന്നു. അങ്ങനെ ഉല്ലാസ ബോട്ട് യാത്രയ്ക്കിടെ കടന്നു പിടിക്കുകയും ലൈംഗിക അതിക്രമം കാട്ടുകയും ചെയ്തു എന്നുള്ള പരാതിയാണ് അവർ ഉന്നയിച്ചിരിക്കുന്നത്. ആ പരാതിയിലാണിപ്പോൾ ഫോർട്ട് കൊച്ചി പോലീസ് ഈ സുമിത്തിനെതിരെ കേസ് എടുത്തിരിക്കുന്നത്. പ്രധാനമായും ഈ ബോട്ടിലെ CCTV ദൃശ്യങ്ങളൊക്കെ തന്നെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ ഈ സുമിത്ത് ഈ ബിനാലയുടെ ഭാഗമായിട്ടുള്ള ആളാണോ അല്ലെങ്കിൽ ഈ ബിനാലെ കാണാനായി എത്തിയ ആളാണോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുത്താനുള്ള അന്വേഷണവും തുടരുകയാണ്. ഇതിന്റെ ആദ്യഘട്ടം എന്നോണം ഈ യുവതിയുടെ മൊഴി രേഖപ്പെടുത്താനുള്ള നീക്കത്തിൽ കൂടിയാണ് പോലീസ് ഉള്ളത്. ഇപ്പോൾ വിദേശത്താണ്, അതായത് തായ്വാനിലാണ് യുവതി ഉള്ളത്. അതുകൊണ്ട് തന്നെ ഓൺലൈനായിട്ട് മൊഴിയെടുത്ത ശേഷം തുടർ നടപടികളിലേക്ക് കടക്കുമെന്നുള്ളതാണ്, സുമിത്തിന്റെ അറസ്റ്റിലേക്ക് കടക്കുമെന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഓക്കെ താങ്ക് യു ശരൺ. എന്താല്ലേ, കലാകാരന്മാരല്ലേ, കുറച്ച് മാന്യതയൊക്കെ ആവാമായിരുന്നു. അതും ബിനാലെ പോലെയുള്ള ഒരു വലിയ ആർട്സ് ഫെസ്റ്റിലേക്ക് വരുന്ന സമയത്ത്, ഒരു എക്സിബിഷൻ ഫെസ്റ്റിലേക്ക് വരുന്ന സമയത്ത് ഇങ്ങനെ സംഭവിക്കാൻ പാടില്ലാത്തതാണ്. അതെന്തായാലും ആ പരാതി വന്നിട്ടുണ്ട്. പരാതി പോലീസ് ഗൗരവമായിട്ട് പരിഗണിക്കുന്നു. ആദ്യം വാർത്ത വായിച്ച സമയത്ത് നമുക്ക് ടെൻഷനായിരുന്നു, നമ്മുടെ നാട്ടിലെ ആരെങ്കിലും എന്തെങ്കിലും ഉപദ്രവിക്കുകയാണോ ചെയ്തത്. അത് ബോംബെയിൽ നിന്നുള്ളൊരു സ്വദേശിയാണ് ഈ തായ്വാൻ സ്വദേശിയായ സംഗീതജ്ഞയെ കടന്നുപിടിക്കാൻ ശ്രമിച്ചത്. ചില മനുഷ്യർക്ക് നിലയങ്ങ് തെറ്റിപ്പോകും. ഇന്നലെ ഞാനൊരു വാർത്ത വയ്ക്കുകയായിരുന്നു. ചെന്നൈയിൽ ഒരു ഹോട്ടലിൽ താമസിച്ച ഒരു മലയാളി നടിയെ അവിടുത്തെ ഒരു ഇന്റേൺഷിപ്പിന് വന്ന 20 വയസ്സുള്ള ഒരു പയ്യൻ കയറി കെട്ടിപ്പിടിക്കാൻ ശ്രമിച്ചു. അത് വലിയ വാർത്തയെ, പക്ഷേ പയ്യനെ താക്കീത് കൊടുത്ത് വിടുകയാണ് ചെയ്തത്. പെൺകുട്ടിക്ക് പരാതിയില്ലാത്ത കാരണം, നടിക്ക് പരാതിയില്ലാത്ത കാരണം. ഇന്റേൺഷിപ്പിന് പഠിക്കുന്ന അല്ലെങ്കിൽ ഇന്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്. ഈ ചെറുപ്പക്കാരൊക്കെ ഹോട്ടലിലൊക്കെ ജോലി എടുക്കാൻ പോയി എന്തായിരിക്കും അവസ്ഥയെന്ന് ആലോചിക്കുകയായിരുന്നു. സുരക്ഷിതത്വം